വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാർദ്രമെന്തേ പാടി. അർജുനെ കലക്കി, സൂപ്പർ. മാഷേ അർജുൻ നല്ല ഫീൽ ചെയ്ത് പാടിയിട്ടുണ്ട്. ശേഷം ഷെരീഫ് പറയും. ഓക്കെ, ഷെരീഫിക്ക. അർജുൻ നന്നായിട്ട് പാടി. വളരെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു ഗ്രൂമിങ് സമയത്ത്, അത് നന്നായിട്ട് അന്നേരം പാടി തരുകയും ചെയ്തിരുന്നു. പക്ഷേ മറന്നുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. സാഗരമേ ചെറിയ പിച്ചോട്ടുണ്ടായിരുന്നു. പിന്നെ സാന്ധ്യരാഗം മായുന്നീതാ അത്രേ വേണ്ടുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ. അതിനിടയിൽ ഒരു ചെറിയൊരു സംഗതി പാടുന്നതുകൊണ്ട് ആ പാട്ടിൻ്റെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം കേൾക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ തോന്നും. അത് മോൻ പാടുന്നത് മായുന്നീതാ അങ്ങനെ പാടുമ്പോൾ വേറെ പാട്ടായിപ്പോൾ അത് മായുന്നീതാ അത്ര മതി. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നീതാ. പിന്നെ എനിക്ക് തോന്നിയത് ഏതോ കിളിനാദം രണ്ടാമത് പാടുന്നത് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, ഏതോ കിളിനാദം അത് കിട്ടണം. ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. നമ്മൾ ഒരാൾക്ക് പാടിയെടുക്കാൻ വളരെയധികം പ്രയാസമുള്ളൊരു പാട്ട് സാഗരമേ. അത് എനിക്ക് തോന്നുന്നു ദാസേട്ടൻ്റെ നല്ല എന്താ പറയുക, ചെറുപ്പത്തിൽ പാടിയ തിളക്കുന്ന പ്രായത്തിൽ പാടിയ തിളക്കുന്ന പാട്ടാണിത്. ആ സംഗതി റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അവസാനത്തെ പല്ലവി മുഴുവൻ സംഗതി സാഗരമേ ശാന്തമാകന്ന് ഇങ്ങനെയൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ കുറേ സംഗതികളുണ്ട്. പക്ഷേ ആ പാട്ടിൻ്റെ ഭാവം ഉൾക്കൊണ്ട് തന്നെ മോൻ പാടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അർജുൻ ഈ പാട്ട് എൻ്റെ അഭിപ്രായത്തിൽ അർജുന് കുറച്ചും കൂടെ ഉൾക്കൊണ്ട് പാടായിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നിയത്. കാരണം അർജുൻ്റെ ഒരു മാജിക് ഉണ്ട്. അർജുൻ പാടുമ്പോൾ ആ ഒരു മാജിക് എനിക്ക് 100% കിട്ടിയില്ല. വോയിസൊക്കെ നല്ലതായിരുന്നു, സംഗതികളൊക്കെ നല്ലോണം പാടി. ആ ഡിഫിക്കൽട്ട് സംഗതികളൊക്കെ ഈസി ആയിട്ട് പാടി. മോൻ പാടുമ്പോൾ നല്ല ക്രിസ്പായിരുന്നു എല്ലാം. ഭയങ്കര ഡിഫിക്കൽട്ട് പാട്ടാണ്. പക്ഷെ ആ അർജുൻ പാടുമ്പോൾ നമ്മുടെ അറിയാതെ കണ്ണിൽ വെള്ളം വരണ ഒരു ഇതുണ്ട്. അത് ഞങ്ങൾ അർജുൻ്റെ അടുത്ത പാട്ട് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് അത് അത്രയും കിട്ടിയില്ല. പക്ഷേ വോയിസ് നല്ലതായിരുന്നു. വോയിസ് ഓൾമോസ്റ്റ് ശരിയായി വരുന്നു. ഇന്ന് കൊടുത്തേക്കണ പ്രഷർ മോൻ്റെ കംഫർട്ടബിൾ ഇതാണ്. ഓവർ പ്രഷർ കൊടുത്ത് പാടിയിട്ടില്ല. മോൻ്റെ കംഫർട്ടബിളായിട്ട് ആദ്യം കേട്ടിരുന്ന അർജുൻ്റെ പോലെ തന്നെയായിരുന്നു വോയിസ്. അതുകൊണ്ട് അതെനിക്ക് സന്തോഷമുണ്ട്. പാട്ട് ഇതായിട്ട് നോക്കിയാൽ, ക്ലിനിക്കലി നോക്കിയാൽ ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഒരുപാട് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് പാടുന്നത് അർജുൻ ആയതുകൊണ്ടാണ്. പിന്നെ ഒരു പാട്ട് പാടുമ്പോൾ അർജുൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് അർജുൻ്റെ മുഖത്തുണ്ടാവും. അത് തുടക്കം തൊട്ട് അവസാനം വരെ അർജുൻ്റെ മുഖത്തുണ്ടായിരുന്നു.
അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അർജുൻ ആ പാട്ട് അങ്ങേയറ്റം എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നതെന്നുള്ളത്. ആ എൻജോയ്മെൻറ്റ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവും, ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഇത് അർജുൻ വളരെ പ്ലെയിൻ ആയിട്ടാണ് ഈ പാട്ട് പാടിയത്. ഓഫ് കോഴ്സ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് കയറുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനൊരു പാട്ട് കൂടി ആകുമ്പോൾ അത് അർജുനാണ് പാടുന്നതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഏത് കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ പാടാൻ കയറുമ്പോഴും ഇപ്പോൾ പ്രതീക്ഷയാണ്. അപ്പം നമ്മൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല. അർജുന, എനിക്ക് നമ്മളെല്ലാ ജഡ്ജസും നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മൾ അർജുനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കേൾക്കാനുള്ളത് അർജുൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്താണ് അർജുൻ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ പാട്ട് അർജുനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അർജുൻ ഈ പാട്ട് ശരിക്കും പാടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ കഴിയുന്നൊരു പാട്ടാണെന്ന് കരുതി നമ്മളുടെ എല്ലാ പ്രേക്ഷകരെ പോലെ ഞങ്ങളും ഇവിടെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്താണ് മോന് സംഭവിച്ചത്? ഇപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ എന്താണ്, വാട്ട് യു ഫീൽ? എന്താ പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്, ഐ മീൻ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെന്താ എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഫീൽ ചെയ്ത് പാടാൻ പറ്റുന്നില്ല. കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ഒരു പാട്ട് ഫീൽ ചെയ്ത് പാടാൻ പറ്റുന്നില്ല, അത് ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചതാണോ? അല്ല, ഇതിന് മുന്നേ പാടിയ പാട്ടുകളും ഐ മീൻ എനിക്കറിയാം ഞാനത് അടിപൊളി ആക്കുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. ഇപ്പം എനിക്ക് ആ കോൺഫിഡൻ്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്ത് പാടാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, ഇതിന് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഏതൊരു കലാകാരൻ സംഭവിക്കുന്ന അറിയണം, ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളെല്ലാവരും അർജുൻ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കും, അർജുൻ ഈസ് ബാക്ക് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ അർജുൻ്റെ സ്ഥാനത്തോട്ട് ഞാൻ എന്നെ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ അയ്യോ എല്ലാവരും എന്നിൽ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നു, അങ്ങനെ എല്ലാവരും അർജുൻ ഇങ്ങനെ ഉറ്റു നോക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, സത്യമല്ലേ? സത്യമായിട്ടും. പിന്നെന്താ പ്രശ്നം? ഇല്ല, അതുണ്ടാവും, അത് മനുഷ്യരല്ലേ നമ്മൾ. ഇല്ല, അമ്മ സത്യമില്ല. ഇല്ല, അവര് പറയുന്നല്ലോ, സീരിയസ് ആയിട്ട് എനിക്കില്ല. മോനെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ഫെയിം മോന് കിട്ടുന്ന ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലാതെ അർജുൻ ഈ പാട്ട് ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടൊരു സോങ് ആണത്. ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു പാട്ടാണ്. അതിങ്ങനെ മിസ്സാവുമ്പോൾ നമുക്ക് വിഷമമാണ് ആക്ച്വലി. ആസ് എ മെൻറ്റർ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത് മോനെ ഇങ്ങനെ ഇപ്പോൾ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഇക്ക പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ കുറേ ഫ്രേസസ് പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്കെൻ്റെ ഉള്ളിലൊരു ഇന്നർ സോൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ പാട്ട് വെറുതെ പാടിയാലും ഫീൽ ചെയ്യുന്ന പാട്ടാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള കമ്പോസിഷനാണ്. അങ്ങനെ ഒരു പാട്ട് അർജുനെ പോലെ ഇത്രയും ടാലൻ്റഡ് ആയിട്ടുള്ള സിംഗർ പാടിയിട്ടും നമുക്കത് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അർജുൻ എന്തോ ഒരു മെൻ്റൽ ബ്ലോക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതൊന്ന് ആസ് എ ബ്രദർ അല്ലെങ്കിൽ ആസ് എ മെൻറ്റർ ഒന്ന് അറിയണമെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ടല്ലോ. അർജുൻ എത്രയും നന്നായിട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്ന കോടാനുകൂടി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടോ? മോനെ ഇങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ച് ഇങ്ങനെ അർജുൻ ഇനി അടുത്ത് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആ ഒരു പ്രഷറിന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടോ? ഇല്ല സർ, ഇല്ല. നമ്മുടെ ഗ്രൂമിങ് സമയത്ത് നമ്മളെല്ലാവരും ഓരോ മെൻറ്റേഴ്സും നമ്മുടെ ജൂറി മെമ്പർമാരും അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അർജുനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അർജുൻ്റെ പ്രശ്നം മനസ്സാണ്, പാട്ടിനൊരു കുഴപ്പമില്ല. അവിടെയാണ് ഇത് ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഫെയിം ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ ഒരു ഹിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള പണി നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ആക്ച്വലി. ഒരു ഹിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഇപ്പോൾ ഒരു തുടക്കമാകൽ ഹിറ്റായി കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഇനിയൊരു കല്യാണം, ഇനിയൊരു മാരേജ് സോങ് വരുമ്പോൾ അടുത്ത് ഇനി അതിന് മേലെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ ഒരുപാട് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കോൺഫിഡൻസ് എന്നുള്ളൊരു സംഭവം കൂട്ടേണ്ടതായിട്ടുണ്ട്. ഇതിലൊരുപാട് ഇപ്പോൾ പാടിയതിൽ എന്താ പറയുക, ടോട്ടാലിറ്റിയിലൊരു കൺട്രോൾ മിസ്സിങ് ആണ് ഫീൽ ചെയ്തത്. അർജുന് നല്ല കൺട്രോളുള്ള സിംഗറാണ്. അപ്പോൾ ആ കൺട്രോൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അർജുൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വിശ്വസിക്കാം. അടുത്ത ഒരു വേദി അർജുൻ വരുമ്പോൾ ഈ ഒരു മെൻ്റൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് വന്നേക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
അപ്പൊ അർജുന്റെ ഈ പെർഫോമൻസിന്റെ ടോട്ടൽ മാർക്സിലേക്ക് പോവാം. അർജുന്റെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100. 95.5 ആണ്. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ. ഗോപിച്ചേട്ടാ അപ്പീൽ? നോ അപ്പീൽ. ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞ് ഇതൊന്ന് കഴിയിട്ട് പിടിച്ചിട്ട് ടിക്കറ്റ് തന്നെ. ആ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഇമാര് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കൊന്നുകളെ ഞാൻ പറഞ്ഞു. ഓക്കെ.